Where are you from? India. India. Hey. താമൻ മിനി. ഇന്തോനേഷ്യയിലെ ഒരു വിധത്തിൽപ്പെട്ട എല്ലാ കൾച്ചറുകളും മനസ്സിലാക്കാൻ പറ്റിയ ഒരു മിനി ഇന്തോനേഷ്യയാണ് താമൻ മിനി. ഇതിനെ ഷോർട്ടാക്കി TMI എന്ന് പറയും. നമ്മൾ ലിറ്റിൽ കേരള എന്നൊക്കെ പറയുന്ന പോലെ താമൻ മിനി ഇന്തോനേഷ്യ എന്നതിൻ്റെ മീനിങ് തന്നെ മിനിയേച്ചർ ഇന്തോനേഷ്യ എന്നാണ്. ഒരു ചെറിയ ബിസിനസ് ട്രിപ്പിനായിട്ടാണ് ഞാൻ ജക്കാർത്തയിലെത്തിയത്. അവസാന ദിവസം 4 മണിക്കൂർ ഫ്രീ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കാണണമെന്ന് വിചാരിച്ചൊരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. 150ഓളം ഹെക്ടർ സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുകയാണ് ഈ സ്ഥലം. പണ്ടത്തെ ഇന്തോനേഷ്യൻ പ്രസിഡൻ്റായിരുന്ന സുഹാർത്തോയുടെ ഭാര്യയായിരുന്ന സിറ്റി ഹാർത്തനെയാണ് ഇങ്ങനത്തെ ഒരു ആശയം കൊണ്ടുവന്നത് തന്നെ. 1970 പണി തുടങ്ങി 1975 ഇത് പബ്ലിക്കിന് വേണ്ടി തുറന്നത്. ഇന്തോനേഷ്യയുടെ കൾച്ചർ, ട്രഡീഷൻസ്, ആർക്കിടെക്ചർ, പിന്നെ ഹെറിറ്റേജ് ഒക്കെ ഒരൊറ്റ സ്ഥലത്ത് കണ്ടു മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയാണിത്. ഈസ്റ്റ് ജക്കാർത്തയിലാണ് ഈ താമൻ മിനി ഉള്ളത്. വീക്ക് ഡേയ്സിൽ 25,000 രൂപയും പിന്നെ വീക്കെൻഡ്സിൽ 30,000 രൂപയാണ് ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ്. അതായത് ഇന്ത്യൻ റുപ്പിയിൽ പറഞ്ഞാൽ 200 രൂപയിലും കുറവ്. ഞാൻ ഗ്രാബ് എന്നുള്ളൊരു ആപ്പ് വഴിയാണ് ടാക്സി ബുക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ കാറിൻ്റെ എൻട്രൻസ് ഫീ കൊടുത്തത് ഡ്രൈവറാണ്. അത് ടോട്ടൽ ബില്ല് ആഡായിട്ട് വന്നുള്ളൂ. ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്താണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ കയ്യിൽ ലഗേജൊക്കെ ഉണ്ടായിരുന്നു. ചെന്നപാട് അവിടുത്തെ ഒരു വോളണ്ടിയർ ബാഗ് വയ്ക്കാനുള്ള ലോക്കറൊക്കെ കാണിച്ചു തന്നു. പക്ഷേ ഞങ്ങളുടെ ഭാഗ്യക്കേടിന് ലോക്കർ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ലഗേജും ചുമഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങ് നടന്നു. ഇവിടെ ഇഷ്ടം പോലെ പൂച്ചകളുണ്ട്. എല്ലാം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള പൂച്ചകൾ. ഞങ്ങൾ നേരെ നടന്നു ചെന്നത് ഇന്തോനേഷ്യൻ മ്യൂസിയത്തിലേക്കായിരുന്നു. രാജ്യത്തിൻ്റെ ചരിത്രവും പാരമ്പര്യവും കലയും സംസ്കാരവും ഒക്കെ നമുക്ക് അടുത്തറിയാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ഈ മ്യൂസിയം. പുരാതന വസ്തുക്കൾ, പരമ്പരാഗതമായിട്ടുള്ള വസ്ത്രങ്ങൾ, പിന്നെ പല പല ഗോത്രവിഭാഗക്കാരുടെ ജീവിത രീതികൾ, അവരുടെ കലാസൃഷ്ടികൾ എന്നിവ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതിൻ്റെ കൊത്തുപണികൾ എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. അവിടെ ഉണ്ടായിരുന്നു കുറേ പൂച്ചകൾ. ഇതിൻ്റെ മുന്നിൽ കുറേ മീനുകളൊക്കെ ഉള്ള ഒരു കുളമുണ്ട്. അതിനുശേഷം ഞങ്ങൾ നടന്നു തുടങ്ങി. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങോട്ട് പോകണം, എന്ത് കാണണം എന്നൊക്കെ. അപ്പോഴാണ് അവിടെ ബഗ്ഗികൾ ഇങ്ങനെ ആൾക്കാരെയും കൊണ്ട് പോകുന്നത് കണ്ടത്. ഞങ്ങൾ ഒന്നിൽ ചാടിക്കയറി. നേരത്തെ പറഞ്ഞ പോലെ 150 ഹെക്ടറിലധികം വിസ്തൃതിയിലുള്ള ഈ പാർക്ക് മുഴുവൻ നടന്നു കാണുക എന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് ബഗ്ഗിൽ തന്നെ ഇരുന്നു. ഈ ബഗ്ഗി നമ്മളെയും വെച്ച് ഇതിനുള്ളിലൂടെ ഇങ്ങനെ പോകും. നമുക്ക് എവിടെ വേണമെങ്കിലും ഇറങ്ങാൻ പറ്റും. ഏകദേശം 17,000-ലധികം ദ്വീപുകൾ കൂടി ചേർന്നതാണ് ഇന്തോനേഷ്യ. എല്ലായിടത്തിലുള്ള കൾച്ചറൽ ഷോക്കേസ് ചെയ്യുക എന്നത് ചില്ലറ കാര്യമല്ല. ഓരോ സ്ഥലത്തുള്ള വീടുകൾ, വസ്ത്രങ്ങൾ, സംസ്കാരങ്ങൾ, അങ്ങനെ എല്ലാം ഇവിടെ ഓരോരോ സെക്ഷനായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിച്ച് എന്താണെന്ന് വെച്ചാൽ, ഭൂരിഭാഗം വീടുകളും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതിൻ്റെ മേലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഫ്ലഡൊക്കെ വന്നാൽ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓരോ സെക്ഷൻ്റെ മുന്നിലും അതിൻ്റെ സ്ഥലപ്പേര് എഴുതിയിട്ടുണ്ട്. അതായത് സുമാത്ര ദ്വീപുകളുടെ സൗത്ത് ഭാഗത്തുള്ള വീടുകൾ, പിന്നെ നോർത്ത് ഭാഗത്തുള്ള വീടുകൾ, ഇങ്ങനെ തിരിച്ച് എഴുതിയിട്ടുണ്ട്. അവരുടെ വാസ്തുശില്പശൈലിയിലുള്ള വ്യത്യാസങ്ങൾ വളരെ വ്യക്തമായി ഇവിടെ കാണിച്ചിട്ടുണ്ട്. സുമാത്ര പോലെ ഈസ്റ്റ് കലിമന്തൻ, വെസ്റ്റ് കലിമന്തൻ, മൽക്ക്, സുലാവേസി, ജാവ, അങ്ങനെ ഓരോന്നും തരം തിരിച്ചു വെച്ചിട്ടുണ്ട്. ഓരോന്നിലും ഇറങ്ങി നമുക്ക് കാണാൻ പറ്റും. പക്ഷേ സമയപരിമിതി കൊണ്ട് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ വിശദമായിട്ട് കാണാനിപ്പോൾ പറ്റിയില്ല. ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യാനുള്ള അത്രയും കാഴ്ചകൾ ഇതിനകത്തുണ്ട്. വളരെ നീറ്റായിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യയിലെ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ വരെ നമുക്കിവിടെ കാണാൻ പറ്റില്ല. ഇവിടെ ഉള്ളവരും വരുന്നവരും ആരും തന്നെ ഒരു പേപ്പർ പോലും പുറത്ത് കളയില്ല. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡസ്റ്റ്ബിന്നിൽ മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ജക്കാർത്തയിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ മാർക്കറ്റ് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതായത് M ബ്ലോക്ക് എന്നൊക്കെ പറയുന്ന സ്ഥലം. അവിടെ പോയാലും ഒരുപാട് വേസ്റ്റുകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ മ്യൂസിയങ്ങളുണ്ട്. എനർജി മ്യൂസിയം, ആർക്കിടെക്ചർ മ്യൂസിയം, കൊമോഡോ ഡ്രാഗണിൻ്റെ മ്യൂസിയം, ട്രാൻസ്പോർട്ട് മ്യൂസിയം, അങ്ങനെ കുറേ വെറൈറ്റി മ്യൂസിയങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു ദിവസം രാവിലെ വന്നാൽ രാത്രി വരെ ഇവിടെ നടന്ന് കാണാനുള്ള സംഭവമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നടുക്കായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ തടാകമുണ്ട്. അതിലാണ് കുറേ ബോട്ടുകളും വഞ്ചികളൊക്കെ പ്രദർശനത്തിന് വെച്ചിട്ടുള്ളത്. ഇവിടെ തന്നെ നമുക്ക് ബോട്ടിംഗ് ഒക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട്.
എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിലാണെങ്കിലും ഇത് വായിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് മംഗ്ലീഷ് പോലെ. മലയാളം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിലാണല്ലോ ചെയ്യുക. ആ ഒരു പരിപാടിയാണ് ഇവിടെയുള്ളത്. ഇവിടുത്തെ ഒഫീഷ്യൽ ഭാഷയായ ബർസ ഉപയോഗിക്കുന്നത് ലാറ്റിൻ സ്ക്രിപ്റ്റാണ്. അതായത് നമ്മുടെ ഇംഗ്ലീഷിലെ 26 അക്ഷരങ്ങൾ. ഇതുകൂടാതെ ജാവനീസ്, ലോന്താര, ബാലനീസ് സ്ക്രിപ്റ്റുകളും ഇന്തോനേഷ്യയിലുണ്ട്. ഇന്ത്യയെപ്പോലെ ഒരുപാട് ഭാഷകളുള്ളതുകൊണ്ട് ഇംഗ്ലീഷാണ് ഇവിടുത്തെ ഒഫീഷ്യൽ സ്ക്രിപ്റ്റ്. ഭാഷ ബർസയും. ഈ വീടുകളും മ്യൂസിയങ്ങളും മാത്രമല്ല, പല പല ആരാധനാലയങ്ങളും ഇവിടെയുണ്ട്. ബുദ്ധവിഹാരങ്ങളും അമ്പലങ്ങളും ചർച്ചും മസ്ജിദും പിന്നെ ചൈനീസ് അമ്പലങ്ങളും എല്ലാം. നൂറ്റാണ്ടുകളായിട്ട് ചൈനയും ഇന്തോനേഷ്യയും തമ്മിൽ വ്യാപാരവും സാംസ്കാരിക ബന്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ സ്വാധീനം ഇന്നും ഇന്തോനേഷ്യയുടെ പല ഭാഗങ്ങളിലും കാണാം. അവരുടെ സംസ്കാരങ്ങളിലും ആർക്കിടെക്ചറിലും വസ്ത്രങ്ങളിലും എല്ലാം. അങ്ങനെ ബഗ്ഗി വീണ്ടും തിരിച്ച് ഞങ്ങൾ കയറിയ സ്ഥലത്തെത്തി. എൻട്രൻസിനടുത്ത് ഒരു സോവനിയർ ഷോപ്പുണ്ട്. അവിടെ കയറി കുറേ അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ വാങ്ങി. ഇവിടെ ഉണ്ടാക്കുന്ന ഡ്രസ്സ്, ഫ്രിഡ്ജ് മാഗ്നറ്റ്, പിന്നെ കുറേ ക്രാഫ്റ്റ് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഫേമസ് ആയൊരു സാധനമാണ് കാപ്പി. അതായത് കോപ്പി ലുവാക്കൊക്കെ ഇവിടെ കിട്ടും. അവിടുന്ന് ഞാൻ നേരെ ചെന്നത് മസ്ജിദിൻ്റെ അടുത്തേക്കാണ്. സാധാരണ നമ്മളെ നാട്ടിലൊക്കെയുള്ള അതേ മോഡൽ പള്ളി. പക്ഷേ മുന്നിൽ വലിയൊരു പെരുമ്പറ പോലത്തെ ഒരു ഡ്രമ്മുണ്ട്. ബേദക് എന്നാണ് ഇതിൻ്റെ പേര്. നിസ്കാര സമയവും പിന്നെ റമദാനും ഒക്കെ അറിയിക്കാനാണ് ഇത്. ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലും സംസ്കാരത്തിലും ഇസ്ലാമിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അതിനടുത്തായാണ് അമ്പലമുള്ളത്. ഓം സ്വസ്തി അസ്തു എന്നതിന് മുന്നിൽ എഴുതിയിട്ടുണ്ട് മേ ഗോഡ് ബ്ലസ് യു എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്തോ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അമ്പലം ഫുൾ ക്ലീനിങ്ങിലായിരുന്നു. ഉള്ളിൽ കയറുന്നതിന് മുമ്പ് ചെരുപ്പൊക്കെ ഊരി വയ്ക്കണം. ഇതിൻ്റെ കൊത്തുപണികൾ ഭയങ്കര ഡീറ്റെയിൽഡാണ്. നമ്മളെ നാട്ടിലെ പോലെയല്ല. നല്ല ടീഷർട്ടൊക്കെ ഇട്ടൊരു പൂജാരി അവിടെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ പൂജാരി ആയിരിക്കില്ല, അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരാളായിരിക്കും. India. India. Okay. Are you Hindus? No. കുറേ പേര് അവിടെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. വിഷ്ണു ആയിരിക്കും അവിടുത്തെ പ്രതിഷ്ഠ എന്ന് തോന്നുന്നു. എനിക്ക് കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അമ്പലത്തിൻ്റെ പുറത്തും കുറച്ച് പേര് ക്ലീനിങ്ങിലൊക്കെ ആയിരുന്നു. ഇതിന് തൊട്ടടുത്താണ് ചേർച്ച്. ചേർച്ചിന് മുന്നിൽ ഒരു പ്രാർത്ഥനാ ഹാളുണ്ട്. ഒരു ഓപ്പൺ ഹാളാണ്. അതിനടുത്താണ് മെയിൻ ചേർച്ച് ഉള്ളത്. ഞാൻ മെല്ലെ അതിനകത്ത് കയറി. ഒരു വ്യത്യാസം കണ്ടെന്താണെന്ന് വെച്ചാൽ, നാട്ടിലുള്ള ചേർച്ച് പോലെ ക്രോസിൽ കിടക്കുന്ന ജീസസ് ഇവിടെയില്ല. അതൊഴിച്ചു കഴിഞ്ഞാൽ മുട്ടുകുത്തിയിരിക്കാനും ഒക്കെയുള്ള ബെഞ്ചുകളും തുറന്നു വെച്ച ബൈബിളും പിന്നെ മെഴുകുതിരിയും ഒക്കെ ഇവിടെ ഉണ്ട്. ഈ അമ്പലവും ചേർച്ചും മസ്ജിദും ഒരേ നിരയിൽ ഒരുമിച്ചാണ് നിൽക്കുന്നത്, അടുത്തടുത്തായിട്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് കൺഫ്യൂഷൻ ടെമ്പിൾ ഉള്ളത്. കെലന്തെങ് കൊങ് മിയോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇതൊരു ചൈനീസ് ടെമ്പിളാണ്. സൗത്ത് ഏഷ്യ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള അമ്പലങ്ങളിൽ കൺഫ്യൂഷനിസം, താവോയിസം പിന്നെ ബുദ്ധിസം ഇതൊക്കെ പഠിപ്പിക്കാറുണ്ട്. പൂർവികരെയും പ്രകൃതിയെയും പിന്നെ ഒരുപാട് ദേവതകളെയും ഒക്കെ ആരാധിക്കാനുള്ളൊരു കമ്മ്യൂണിറ്റി ഹബ്ബായിട്ടാണ് ഈ അമ്പലങ്ങളെ കാണുന്നത്. ആൾക്കാർ ഇവിടെ വന്നിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്യാറുണ്ട്. കയറി ചെല്ലുമ്പോൾ കുറേ വിഗ്രഹങ്ങളൊക്കെ കാണാം. ആരാണെന്നറിയില്ല. സ്റ്റെപ്പ് കയറി മേലെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഹാളാണ്. കൺഫ്യൂഷ്യസിൻ്റെ ഒരു പ്രതിമ ഇവിടെ നടുക്കായിട്ട് കാണാം. ജനലുകളിലും വാതിലുകളിലും മുഴുവൻ കൊത്തുപണികളാണ്. ഒരുപാട് കൊത്തുപണികളുള്ള വ്യാളിയുടെ രൂപമൊക്കെ കൊത്തിയ കസേരകളുണ്ട് ഇവിടെ. പിന്നെ ചന്ദനത്തിരി കത്തിക്കാനുള്ള സ്ഥലം, പിന്നെ നമ്മൾ ലഡാക്കിലും മറ്റും മൊണാസ്ട്രിയിൽ പോയാൽ കാണുന്ന തരത്തിലുള്ള വലിയൊരു മണി ഇവിടെയുണ്ട്. ഈ ഹാളിൻ്റെ സീലിംഗ് വരെ ടൈല് വെച്ച് ഭംഗിയാക്കിയത് കാണാം. അതിനടുത്തായി വേറൊരു അമ്പലം കാണാം. അവിടെ ഇങ്ങനെ ഒരുപാട് വിഗ്രഹങ്ങളും ആരാധനാമൂർത്തികളെയും ഒക്കെ കാണാൻ പറ്റും. ഇവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് സോവനിയർ ഷോപ്പിലേക്ക് പോകുമ്പോൾ നടുക്കായിട്ടൊരു മിനിയേച്ചർ അമ്പലമുണ്ട്. ബോറോബുദ്ദൂർ സ്തൂപത്തിൻ്റെ ഒരു മിനിയേച്ചറാണിത്. യഥാർത്ഥത്തിലുള്ള മധ്യ ജാവയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധമത ക്ഷേത്രമാണ്. 8-ാം നൂറ്റാണ്ടിലും 9-ാം നൂറ്റാണ്ടിനും ഇടയിൽ ശൈലേന്ദ്ര രാജവംശം നിർമ്മിച്ച ഈ അമ്പലം ഇന്ന് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ശില്പങ്ങളും നൂറുകണക്കിന് ബുദ്ധപ്രതിമകളും ഉൾക്കൊള്ളുന്ന ഈ സ്തൂപം ലോകത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ബുദ്ധമത സ്മാരകങ്ങളിലൊന്നായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇതിങ്ങനെ കണ്ടപ്പോൾ ശരിക്കും ഒറിജിനൽ എന്തായാലും കാണണമെന്ന് തോന്നി. ഈ പാർക്ക് വളരെ ശാന്തമായിട്ട് നിൽക്കുന്നൊരു സ്ഥലമാണ്. നിറയെ പച്ചപ്പും ഹരിതാപിയും പിന്നെ കുറേ പൂച്ചകളൊക്കെ ഉള്ളൊരു സ്ഥലം. ജക്കാർത്ത ടൗണിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം വലിയൊരു അത്ഭുതം തന്നെയാണ്. ജക്കാർത്തയിൽ വരുമ്പോൾ തീർച്ചയായും കാണേണ്ട സ്ഥലങ്ങളിലൊന്നാണ് ടാമൻ മിനി ഇന്തോനേഷ്യ ഇന്ത.
ഇന്തോനേഷ്യയുടെ ചരിത്രം, സംസ്കാരം, മതസൗഹാർദ്ദം, വൈവിധ്യം, കല, പാരമ്പര്യം, അങ്ങനെ ഇതെല്ലാം ഒരിടത്ത് കാണാൻ പറ്റുന്ന ഒരു അപൂർവ അവസരമാണ് താമൻ മിനി. ഇന്തോനേഷ്യ എന്നത് വെറും ആയിരക്കണക്കിന് ദ്വീപുകളുടെ ഒരു കൂട്ടായ്മ മാത്രമല്ല. വ്യത്യസ്ത കഥകളുടെയും സംസ്കാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും മനോഹരമായൊരു സംഗമമാണ് ഈ രാജ്യം. ആ കഥ ഒരൊറ്റ ദിവസം കൊണ്ട് അനുഭവിക്കണമെങ്കിൽ താമൻ മിനി ഇന്തോനേഷ്യ തീർച്ചയായും നിങ്ങൾ സന്ദർശിച്ചിരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.